അല്ല, ദേവൂട്ടി ഇന്ന് ശിവപ്രിയയുടെ അടുത്തേക്ക് പോകുന്നില്ലേ? സാരല്ല കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, അയാൾ പറയുന്നൊന്നും കുട്ടി കാര്യമായിട്ട് എടുക്കണ്ട. ഇനി അയാൾക്ക് എനിക്കെതിരെ നടപടിയോ ശിക്ഷയോ എടുക്കണമെന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ആയിക്കോട്ടെ, അതിലും എനിക്ക് സന്തോഷേ ഉള്ളൂ. ദേവൂട്ടിയുടെ പ്രാർത്ഥനകളൊന്നും ദേവി കേൾക്കാതിരിക്കില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ മോള് എപ്പോഴും എന്നെ തിരക്കാറുണ്ടെന്നോ? ഞാൻ കൂടെ തന്നെ ഉണ്ടെന്ന് അവളോട് പറഞ്ഞോളൂ ദേവൂട്ടി. മോളെ, ഇതൂടെ കഴിക്കേ. മതി അച്ഛാ, എന്റെ വയറ് നിറഞ്ഞു. അതിനു വേണ്ടി മോൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതും കൂടി കഴിക്കേ. അച്ഛൻ വല്ലതും കഴിച്ചോ? അച്ഛൻ കഴിച്ചോളാം മോളെ. ചെറിയമ്മയും മണിച്ചേട്ടനും ഇപ്പൊ വീടെത്തി കാണുമല്ലേ? അവരിപ്പോ വീട്ടിലുണ്ട്. നമ്മൾ ഇവിടെ സ്ഥിതിക്ക് ചെറിയമ്മയും മണിച്ചേട്ടനും എങ്ങനെയാ കഴിയാ? വല്ലതും വച്ചുണ്ടാക്കാനുള്ള കാശൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടുവച്ചാ? തൽക്കാലം അച്ഛൻ കുറുപ്പ് അദ്ദേഹത്തോട് പറഞ്ഞ് കുറച്ച് കാശ് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പാവം മണിച്ചേട്ടൻ എപ്പോഴും ഭയങ്കര വിശപ്പാ അല്ലേ അച്ഛാ? മഹിമ നാട്ടിൽ ചെന്നിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചുകൂടിയില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാനൊന്ന് ചെറിയമ്മ വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ മഹിമേ, നീ എവിടെയാ? വീട്ടിലാണോ? ഞാൻ പിന്നല്ലാതെ നാടതെന്താ നടക്കുന്നാണ് നിങ്ങളുടെ വിചാരം? നീ എന്താ ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വിളിക്കാതിരുന്നേ? എന്ത് കാര്യം സാധിക്കാനാ? എന്നെ എന്റെ ചെറുക്കനെ ഇവിടെ തനിച്ചാക്കിയിട്ട് തന്തയും മോളും അവിടെ സ്ഥിരം പൊറുതിയാക്കിയോ? അല്ല, എന്തായി മോളുടെ കാര്യം? ചത്തോ അതോ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ? നീ എന്താ മഹിമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാ? എന്തായാലും അവൾക്ക് വലിയ ആയുസൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം വരുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാ തന്തയും മോളും സമ്മതിക്കില്ലല്ലോ. ചാവുന്നതിന് മുമ്പ് ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടട്ടെ. മഹിമേ, നീ ഒന്ന് നിർത്ത. എന്റെ കുഞ്ഞിപ്പോ ഹോസ്പിറ്റലിലാ. അവളെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആയിക്കോ, ആശുപത്രിയിൽ എങ്ങ് സ്ഥിരതാമസമായിക്കോ. സഹായത്തിന് ഇഷ്ടം പോലെ അവിടെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ എത്ര വെള്ളം കോരിയാലും ആ കുട നിറയാൻ പോകുന്നില്ല. ചികിത്സാ ചെലവൊന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം കൂടി വിൽക്കാതെ എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടെങ്കിൽ വരാൻ നോക്ക്. മഹിമ, നീ ഒന്ന് ഫോൺ വെച്ചേ, ഞാൻ പിന്നീട് വിളിക്കാം. ചെറിയമ്മ എന്താ അച്ഛാ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല മോളെ. മണിച്ചേട്ടൻ സുഖമായിട്ടിരിക്കണോ? അവരമ്മയും മോനും സുഖമായിട്ടിരിക്കുക. എന്റെ ദേവി, എന്റെ കുഞ്ഞിന് അവരോടുള്ള സ്നേഹത്തിന്റെ ഒരു തരി പോലും അവർക്ക് തിരിച്ചിങ്ങോട്ടില്ലല്ലോ. എന്റെ കുഞ്ഞൊന്ന് തീർന്നിട്ടാൻ കാത്തിരിക്കും പോലെയാ. ആ മനസ്സിനുള്ള ശിക്ഷ ദേവി തന്നെ കൊടുത്തോളൂ.